പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജൂൺ മാസം 23-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും മറ്റൊരു പുതിയ പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആരോഗ്യത്തോടും സൗഖ്യത്തോടും ദൈവകൃപയോടും അതിലുമുപരിയായി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടും കൂടെ ചെയ്യുവാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായം 34-ാം വാക്യം. പ്രോവേർബ്സ് ചാപ്റ്റർ 8 വേഴ്സ് 34 നാം ഇപ്രകാരം വായിക്കുന്നു: ദിവസം പ്രതി എന്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എന്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തുകൊണ്ടും എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വിശുദ്ധ വേദപുസ്തകം ആദിയോടെന്തെന്ന് നാം പഠിക്കുമ്പോൾ ഭാഗ്യവാന്മാരുടെ വലിയൊരു നീണ്ട നിര നമുക്ക് കാണാം. പല പുസ്തകങ്ങളിൽ, പല ഭാഗങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ ഭാഗ്യവാൻ ആരാണ് എന്ന് വ്യക്തമാക്കുന്ന അനേക വാക്യങ്ങൾ നാം കാണുന്നുണ്ട്. അതിനൊക്കെ അതിൻ്റെതായ ശക്തിയുമുണ്ട്, മഹത്വവുമുണ്ട്, ആഴവും അർത്ഥവുമുണ്ട്. ഇന്ന് ലോകത്തിൽ ഭാഗ്യവാനെ തിരഞ്ഞെടുക്കുന്നതും തീരുമാനിക്കുന്നതും ഭാഗ്യവാനെന്ന് പൊതുസമൂഹം ഒന്നായി പുകഴ്ത്തുന്നതും ലോകത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളുടെ കണ്ണുകളിലൂടെയാണ്. ഭാഗ്യക്കുറി, ലോട്ടറി ടിക്കറ്റുകൾ സാമ്പത്തികമായി, രാഷ്ട്രീയമായി, സാമൂഹികമായി ഒക്കെ ഉയർച്ച പ്രാപിക്കുമ്പോൾ ഭാഗ്യവാനാണ്. ഇങ്ങനെ നാം കൊടുക്കുന്ന ഭാഗ്യവാന്റെ വിവക്ഷ വളരെ വ്യത്യസ്തമാണ്. ഒരാൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ പറയും ആ ആളിന്റെ കഷ്ടകാലം. പ്രിയമുള്ളവരെ, ലോകത്തിലെ ജനത ഒരു വ്യക്തിയുടെ ഭാഗ്യാവസ്ഥയും ഭാഗ്യമല്ലാത്ത അവസ്ഥയും അളക്കുന്നത് പണത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും പ്രശസ്തിയുടെയും അളവുകോലിൽ കൂടെയാണ്. എന്നാൽ വിശുദ്ധ വചനം അങ്ങനെ പഠിപ്പിക്കുന്നതേയില്ല. അത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളിലും അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളിലും ഇത് വ്യക്തമാകുന്നുണ്ട്. ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ ഒരു ഭാഗ്യവാനെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. എന്താണ് ഈ ഭാഗ്യവാന്റെ പ്രത്യേകത? ദിവസം പ്രതി ദൈവസന്നിധിയിൽ ജാഗരിക്കുന്ന, ദൈവിക കട്ടളവാതുക്കൽ എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ മുഴങ്കാലുമടക്കുന്ന വ്യക്തിയാണ് ഭാഗ്യവാൻ. നമുക്കറിയാം, ഇന്ന് മിഡിൽ ഈസ്റ്റിന്റെ ഏതെങ്കിലും 2 രാജ്യങ്ങളോ മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളോ GCC രാജ്യങ്ങളോ മാത്രമല്ല, ലോക രാജ്യങ്ങൾ മുഴുവനും ഭയത്തോടെ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തെ നോക്കിക്കാണുകയാണ്. എന്താണ് അടുത്ത നിമിഷം സംഭവിക്കുന്നത്? ഇതിനിടയിൽ പ്രകൃതിക്ഷോഭങ്ങൾ, ഭൂകമ്പങ്ങൾ, മഴക്കെടുതികൾ, രാഷ്ട്രീയ സംഘർഷങ്ങൾ, പ്രതികൂലങ്ങൾ
അപകടങ്ങൾ, ആപത്തുകൾ ഇവയെല്ലാം നടക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് കേരളക്കരയിൽ നിന്നും ജാതിമത ഭേദമന്യേ ലോകമെമ്പാടും കേരള മക്കൾ ചിതറിപ്പാർക്കുന്നു. മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ടവർക്കും സങ്കടമുണ്ട്, വേദനയുണ്ട്. ഈ ദിവസങ്ങളിൽ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഒരു വിശ്വാസിക്ക്, ഒരു ദൈവ പൈതലിന് ദൈവത്തിൽ വിശ്വസിക്കുക, ആശ്രയിക്കുക, പ്രാർത്ഥിക്കുക, തമ്പുരാൻ പദ്ധതി ഇട്ടതുപോലെ മുൻപോട്ട് പോകും എന്ന് വിശ്വസിച്ച് സ്വയം ധൈര്യപ്പെട്ട് മുൻപോട്ട് പോവുകയല്ലാതെ മറ്റ് യാതൊരു പോംവഴിയുമില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ, ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇന്ന് അതിരാവിലെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു, ദിവസം പ്രതി ദൈവസന്നിധിയിൽ ജാഗരിക്കണം. ഇന്നത്തെ ഈ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, ശാന്തമായ അന്തരീക്ഷം ലോക ജനതയ്ക്ക്, രാഷ്ട്രങ്ങൾക്ക്, നിരപരാധികളായ ഏത് രാജ്യത്തെയും ജനങ്ങൾക്ക് ഉപജീവനാർത്ഥം ഓരോ രാജ്യങ്ങളിൽ ചെന്ന് പാർക്കുന്നവർക്ക് ഒരാപത്തും വരാതെ വണ്ണം ലോക രാഷ്ട്ര നേതാക്കന്മാരുടെ മേൽ ദൈവം ഇടപെട്ട് സുബോധത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും തിരിച്ചറിവിന്റെ ആത്മാവിനെ നൽകണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മോട് സംസാരിക്കുന്നത്. ദിവസം പ്രതി ദൈവസന്നിധിയിൽ അവന്റെ കാൽക്കൽ ജാഗരിക്കുക, അവന്റെ കട്ടളയ്ക്കൽ എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ മുഴങ്കാലം അടക്കുക. അങ്ങനെയുള്ള വ്യക്തിയാണ് ഭാഗ്യവാൻ. അങ്ങനെയെങ്കിൽ ഞാൻ ഇതിൽ ഉണ്ടാവുമോ? ദിവസം പ്രതി പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥന സീസണൽ പ്രയർ ആണോ? വീട്ടിലൊരു ആവശ്യം വരുമ്പോൾ, കുഞ്ഞുങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ, ഒരു രോഗമോ പ്രയാസമോ വരുമ്പോൾ, ഇതുപോലെയുള്ള പൊതു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഭയങ്കര താല്പര്യവും ആത്മീയവും കണ്ണുനീരും പ്രാർത്ഥനയുമാണ്. കൃപയാൽ ദൈവം ദീർഘക്ഷമയുള്ളവനായതുകൊണ്ട് നമ്മുടെ ഈ പ്രാർത്ഥനയും കണ്ണുനീരും കണ്ട് അവസ്ഥയ്ക്ക് ഭേദം വരുമ്പോൾ നമ്മൾ ഈ പ്രാർത്ഥന തുടരുന്നുണ്ടോ? അതോ കാര്യസാധ്യത്തിന് വേണ്ടി പ്രതികൂല സാഹചര്യങ്ങൾ മാത്രമുള്ള പ്രാർത്ഥനയാണോ? അങ്ങനെയെങ്കിൽ ഇന്നത്തെ വാഗ്ദത്ത വചനം പറയുന്നു, നമ്മൾ ഭാഗ്യവാൻ എന്ന ലിസ്റ്റിൽ ഇല്ലേ ഇല്ല. പ്രിയമുള്ളവരെ, ദിനം പ്രതി എല്ലാ വിഷയങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടേതായ എത്രയെത്ര പ്രശ്നങ്ങൾ ഇപ്പോഴും കാരണമറിയാതെ വളരെ വിഷമത്തോടെ ആയിരിക്കുന്ന ചില അവസ്ഥകളില്ലേ? കുഞ്ഞുങ്ങൾ മാസങ്ങളായി ഫോൺ വിളിച്ചിട്ട് അപ്പ അമ്മ എന്ന് ഒന്ന് വിളിച്ചിട്ട് സംസാരിച്ചിട്ട് ദിനരാത്രങ്ങൾ കഴിഞ്ഞു. ഒരു ഭവനത്തിൽ താമസിക്കുന്നുവെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞു. ബന്ധങ്ങൾ ശിഥിലമാകുന്നു. കുഞ്ഞുങ്ങളുടെ പഠനകാര്യങ്ങൾ, ഭാവി കാര്യങ്ങൾ, ജോലി കാര്യങ്ങൾ, ആരോഗ്യകാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ ഭീഷണി, യുദ്ധത്തിന്റെ പ്രതികൂലം നിലകൊള്ളുമ്പോൾ വിസ സംബന്ധമായി ഭാരപ്പെട്ട് മടങ്ങി സ്വസ്ഥാനത്ത് എത്താൻ പറ്റാതെ യാത്ര മുടങ്ങിയവർ, ജോലി നഷ്ടമാകുന്നവർ, കടബാധ്യതയാൽ ഭാരപ്പെടുന്നവർ,
തക്ക സമയത്ത് എത്തിച്ചേരുവാൻ പറ്റാതെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ മറ്റു കാര്യങ്ങളൊക്കെ മുടങ്ങുന്നവർ, വേദനയില്ലേ? സങ്കടമില്ലേ? പ്രാർത്ഥനാ വിഷയങ്ങളില്ലേ? ഇവയ്ക്കൊക്കെ ഏക പോംവഴിയാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം. ഒരു വ്യക്തിയുടെ അടുക്കലും പോകരുത്. ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ രണ്ടാമത്തെ ഭാഗം ദൈവമക്കൾ മനസ്സിരുത്തി വായിച്ചു പഠിക്കണം. ദൈവത്തിന്റെ കട്ടളക്കലേ പോകാവൂ. ഈ ലോകത്തിലെ ഒരു മനുഷ്യന്റെ വാതുക്കൽ കട്ടളക്കൽ പോകരുത്. അത് നിങ്ങളുടെ സുഹൃത്തായിക്കൊള്ളട്ടെ, രക്തബന്ധമായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, വേറൊരു കട്ടളക്കൽ പോകരുത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ കട്ടളക്കൽ ചെല്ലുക. നിശ്ചയമായും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. നിങ്ങൾ ഭാഗ്യപദവിയിൽ എത്തിച്ചേരും. ചില ജീവിത വിഷയത്താൽ ഭാരപ്പെട്ട്, ബിസിനസിന്റെ തകർച്ചയാൽ വേദനിച്ച്, എന്തു ചെയ്യും, ഈ ആഴ്ച കൊണ്ട് നടക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടല്ലോ എന്നുള്ള വ്യസനത്താൽ മനംനൊന്ത് ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുവോ? ദൈവജനമേ, നിങ്ങൾ മുഴങ്കാൽ മടക്കേണ്ട ഒരു സ്ഥലമുണ്ട്. ചെല്ലേണ്ട ഒരു കട്ടള നമുക്കുണ്ട്, അഥവാ ഒരു ഡോർ നമുക്കുണ്ട്. അതെ, മുട്ടുവീൻ, തുറക്കപ്പെടും. തമ്പുരാൻ തുറക്കും, നിശ്ചയമായും വിടുതൽ നൽകുകയും നാം ഭാഗ്യവാനെന്ന പദവിയിലെത്തുകയും ചെയ്യും. പക്ഷെ ലോകം നമ്മളെ ഭാഗ്യവാനെന്ന് പറയുകയില്ല. ആ കുടുംബത്തിന്റെ, ആ വ്യക്തിയുടെ സ്ഥിതി കണ്ടോ എന്ന് മൂക്കത്ത് വിരൽ വെച്ച് നമ്മെക്കുറിച്ച് പുച്ഛിച്ച് പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുന്നു, എന്റെ കട്ടളക്കൽ വരുന്നവനാണ് ഭാഗ്യവാൻ. ആ ഭാഗ്യപദവിയിലെത്തുവാൻ ജീവജലം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നമ്മെ ഓരോരുത്തരെയും തമ്പുരാൻ ഇടയാക്കട്ടെ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ സമാധാനത്തോടെ, സന്തോഷത്തോടെ, ദൈവകൃപയോടെ ജീവിച്ച് കർത്താവിന് വേണ്ടി ഒരുങ്ങുവാനും അനേകരെ ഒരുക്കുവാനും സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. അതിന് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പുത്തൻ പ്രഭാതത്തിന്റെ പുത്തൻ ചിന്തകൾക്കായി നന്ദിയോടെ സ്തോത്രം. ലോക ജനത ലോകത്തിന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് ഭാഗ്യവാനെന്ന് അനേകരെ പുകഴ്ത്തുമ്പോൾ ദൈവസന്നിധിയിൽ ജാഗരിക്കുകയും ദൈവത്തിന്റെ വാതുക്കൽ എത്തുകയും ചെയ്യുന്നവരെ ഭാഗ്യവാനെന്ന് പുകഴ്ത്തുമെന്ന് ഇന്നത്തെ വചനത്തിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അങ്ങയുടെ സന്നിധിയിൽ വരുന്ന ഒരു വ്യക്തി പോലും മറ്റൊരു കട്ടളക്കൽ ചെല്ലുവാൻ അനുവദിക്കാതെ ഞങ്ങൾക്ക് വേണ്ടത് നൽകുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അങ്ങനെ വചനം പറയുന്ന ഭാഗ്യപദവിയിൽ എത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണം. അതിരാവിലെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദിനമക്കളെയും അനുഗ്രഹിക്കണം. സ്വർഗീയ കൃപകൾ കൊണ്ട് നിറയ്ക്കണം. പ്രാർത്ഥന കേട്ട് അനുഗ്രഹം അയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും ഭാഗ്യവാനും ഭാഗ്യപദവിയിൽ എത്തുവാനും വലിയ പ്രയത്നമൊന്നും ചെയ്യണ്ട. ദിവസം പ്രതി ദൈവസന്നിധിയിൽ ജാഗരിക്കണം. ഈ ലോകത്തിലെ ഒരു മനുഷ്യന്റെ മുമ്പിൽ മുട്ടുമടക്കാതെ സ്വർഗീയ കട്ടളയ്ക്കൽ മുഴങ്കാൽ മടക്കണം. നിശ്ചയമായും നാം ഭാഗ്യവാനെന്നുള്ള വചനപ്രകാരമുള്ള ലിസ്റ്റിൽ ഇടം പിടിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെ ധന്യമായ ജീവിതം നയിപ്പാൻ, ദൈവകൃപയോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം ജീവജലത്തിന് ശ്രോതാക്കളായ
നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ അതിശ്രേഷ്ഠ മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.